എല്ലാ റെസ്പോൺസിബിലിറ്റീസും തന്നെ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ്ഡ് ആവും അല്ലേ? നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണോ? എന്നാൽ ഞാൻ അങ്ങനെ കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ചുറ്റും ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് ഇല്ലാതാകുമ്പം ആകെപ്പാടെ ഇങ്ങനെ ചിറക് മുറിഞ്ഞു പോയൊരവസ്ഥ. പറഞ്ഞു വന്നത്, അമ്മ എത്ര നാളും കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് നാട്ടിൽ പോയി. പെട്ടെന്നല്ല, നമ്മൾ മോൾക്ക് ചോറൂണിന് വേണ്ടി നാട്ടിൽ പോയതാണ്. നാട്ടിൽ പോയിട്ട് തിരിച്ചമ്മ കൂടെ നമ്മുടെ ഇവിടെ വന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെ നോക്കി ഇരുന്ന് തണുപ്പൊന്നും ഇല്ലാതെ വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം നോക്കി, ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും മഴയൊക്കെ തോർന്നപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ലൈബ്രറിയിൽ വന്നു. മോന് റീഡിങ് ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ബുക്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ പോകാമെന്ന് പറഞ്ഞ് തള്ളി വെച്ച് ഇന്ന് നമ്മൾ വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് തണുപ്പില്ലാത്ത സമയമാണ് നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് വായിക്കാം. നല്ല രസമായിട്ടാണ് മുറ്റമൊക്കെ കാണാൻ തന്നെ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തോന്നാറുണ്ട്. ലൈബ്രറിയൊക്കെ അത്ര അടിപൊളിയായിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നു. കൺമണിയും കൂടെ കൊണ്ടുവരേണ്ട കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും അവളെയും കൂടെ കൊണ്ടുവന്നു. കാരണം അവളും വീട്ടിനകത്ത് തന്നെ ഇരുന്ന് മടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആൾ. മറ്റുള്ളവരെയൊക്കെ കാണുമ്പോഴത്തേനും ഹായ് എന്നൊക്കെ പറഞ്ഞ് ഹായ് എന്നിങ്ങനെ പറയാറുണ്ട്. എനിവേ നമ്മൾ വന്നു. നമുക്കിനി ബുക്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ മോൻ തന്നെത്താനെ അവൻ്റെ ബുക്സൊക്കെ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യും. ഞാൻ കൺമണിയെ നോക്കും. അവൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ നോക്കും. അവളുടെ കാര്യം കൂടെ അവൻ നോക്കി തരാറുണ്ട്. അപ്പോൾ അവളെ കൊണ്ടുവന്ന് ഞാനിവിടെ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കളിപ്പിക്കാനും കളർ ചെയ്യാനും ഒക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സമയം, അവളുടെ ആ ഒരു പ്രായം, ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും പറക്കി വായിലോട്ടാണ്. നേരെ അത് വായിലോട്ട് ആദ്യം പോകാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. എന്ത് കിട്ടിയാലും വായിലോട്ടാണ്. എന്നാൽ കാർത്തിമോൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ത് ടോയ്സ് കിട്ടിയാലും ഒരു ടോയ്സും കളിക്കാൻ താല്പര്യമില്ല. എല്ലാം എറിയാൻ അവർക്ക് ഇഷ്ടം. ഫുൾ സാധനങ്ങളും കയ്യിലോട്ട് കിട്ടുമ്പോഴേ പറക്കി ഒറ്റ ഏറാം. പിന്നെ ഇതെല്ലാം അവിടെ വാരി നിരത്തിയിട്ട് ഞാൻ ഒരു ട്രിപ്പ് പറക്കി വെച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവളുടെ ഓട്ടം കാരണം ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഈ വരുന്ന ഗുണ്ടയെ പോലെ വരുന്നത് ഈ ഇരിക്കുന്ന സാധനം തട്ടിയിടാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ തട്ടിയിട്ടോണ്ടാണ് നടക്കല്. മോന് ബുക്ക് എടുക്കാൻ കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പിന്നെയും പറക്കി വെക്കാമെന്നൊക്കെ കരുതിയിട്ട് അവളെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ നമ്മൾ ബുക്സ് എല്ലാം എടുത്തു. അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്വീറ്റ് ഷോപ്പിലാണ് വന്ന് കുറച്ച് നേരം കാറി ഇരുന്ന് ഞങ്ങളിങ്ങനെ ഡിസൈഡ് ചെയ്യണമായിരുന്നു. ഇവിടെ കുറേ അധികം സ്വീറ്റ് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതിൽ ഇന്ന് പോകണം. ഓരോ ദിവസവും പോകുമ്പോഴും ഓരോ സ്വീറ്റ് ഷോപ്പിലാണ് നമ്മൾ പോവാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ദലേവാൽ സ്വീറ്റ്സിലാട്ടോ വന്നത്. ഇവിടെ നമുക്ക് സമൂസയും കിട്ടും. വെജിറ്റേറിയൻ ആയിട്ടുള്ള ബാക്കിയുള്ള സ്വീറ്റ്സ്, വെജിറ്റേറിയൻ സമൂസ അല്ല, നോൺ വെജിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് സ്വീറ്റ്സ് ഏതൊക്കെ വേണമെങ്കിലും, കേക്ക്സ്, പേസ്ട്രീസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ നോർത്ത് സൈഡിലുള്ള ചില നമ്മുടെ പഫ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരു 10 to 15 minutes വേണമെന്ന് പറഞ്ഞു സമൂസ ഉണ്ടാക്കി തരാനായിട്ട്. അപ്പം ഞാനും മോനും വന്നത് ശരിക്കും പറഞ്ഞാൽ സമൂസ വാങ്ങിക്കാം. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ഗുലാബ് ജാമുൻ. അപ്പോൾ അതും വാങ്ങിക്കാമെന്ന് കരുതിയാണ് വന്നത്. പ്രഷേട്ടിന് പിന്നെ ഇതിനകത്തെ എല്ലാ സ്വീറ്റ്സും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പല ടൈപ്പ് ഉള്ളതും, പിന്നെ എനിക്ക് മോന് വേണ്ടിയിട്ട് കൂടുതൽ ഗുലാബ് ജാമുനും ഒരു 4-5 എന്താ പറയുക സമൂസയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്രയും ടൈം എടുക്കുമെന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നേരെ കാറിൽ പോയി കുറച്ചേരം. ചെറിയ കുട്ടിയായ കാരണം വിശപ്പൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1-2 മണിക്കൂറായി. അപ്പോൾ പിന്നെ കാറിലിരുന്ന് ഞാൻ മോളുടെ ഡയപ്പറും മാറ്റി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഡയപ്പർ ചേഞ്ചും ഫുഡും ഒക്കെ കിട്ടിയപ്പോഴത്തേനും ആൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ കാർത്തിമും പോയിട്ട് നമ്മുടെ സ്വീറ്റ്സും സമൂസയൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.